പണത്തിനല്ല, സ്നേഹം തേടിയാണ് ഞാൻ ഇത്രയും വിവാഹങ്ങൾ കഴിച്ചത്. കേരളം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത തരത്തിൽ 10 യുവാക്കളെ വിവാഹം കഴിച്ച് തട്ടിപ്പ് നടത്തിയ രേഷ്മ പോലീസിനോട് പറഞ്ഞ വാക്കുകളാണിത്. 11ാം വിവാഹത്തിനൊരുങ്ങവേ പ്രതിസുത വരന് തോന്നിയ സംശയമാണ് രേഷ്മയുടെ തട്ടിപ്പുകൾ പൊളിച്ചത്. ഇവരുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. യുവതി പുതിയ കഥ മെനയുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ നിന്നും രക്ഷപ്പെടാനെന്നാണ് പോലീസ് കരുതുന്നത്. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇതോടെ കൂടുതൽ തട്ടിപ്പുകളുടെ ചുരുളഴിഞ്ഞേക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പേരെ വിവാഹം കഴിച്ച് 11ാമനെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ അറസ്റ്റിലായത്. ആര്യനാട് പഞ്ചായത്ത് അംഗമായ പ്രതിശ്രുത വരനും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. മാട്രിമോണിയൽ സൈറ്റുകളിൽ പരസ്യം നൽകിയായിരുന്നു രേഷ്മയുടെ തട്ടിപ്പുകൾ. വിവിധ ജില്ലകളിലെ യുവാക്കൾ തട്ടിപ്പിനിരയായിട്ടുണ്ട്. അനാഥയായ തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം കഴിച്ചയക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞാണ് രേഷ്മ യുവാക്കളുമായി അടുക്കുന്നത്. ഇത് കേട്ട് മനസ്സലിഞ്ഞാണ് ആര്യനാട്ടെ യുവാവും വിവാഹത്തിന് ഒരുക്കങ്ങൾ നടത്തിയത്. വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. 5ാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉടമലയ്ക്കലുള്ള വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞു. വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോകുകയും ചെയ്തു. വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ല. ഇതോടെ സംശയം തോന്നി രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു. ബാഗിൽ നിന്നാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി വിവാഹത്തിനൊരുങ്ങിയുന്ന രേഷ്മയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. മേക്കപ്പിട്ട് അതീവ സുന്ദരിയായാണ് രേഷ്മ പഞ്ചായത്ത് അംഗത്തെ പരിചയപ്പെട്ടതും തിരുവനന്തപുരത്തെത്തിയതും. മേക്കപ്പ് പോയാൽ തട്ടിപ്പ് മനസ്സിലാകുമെന്ന് ഭയന്നാണ് കുളിക്കാതിരുന്നതെന്ന് പോലീസ് കരുതുന്നു. 45 ദിവസം മുമ്പ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത്. അടുത്ത മാസം മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പും യുവതി നടത്തിയിരുന്നു. പണം ലക്ഷ്യമായിരുന്നില്ലെന്നും സ്നേഹം തേടിയാണ് തുടരെ വിവാഹം കഴിച്ചതെന്നുമാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത്. ായിരുന്നു ആദ്യ വിവാഹം. 2022 മുതൽ വിവിധ ജില്ലകളിലായി 6 പേരെ കല്യാണം കഴിച്ചതായും രേഷ്മ പറഞ്ഞു. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിനായി കോട്ടയത്ത് നിന്ന് യുവതിയെ തിരുവനന്തപുരത്തെത്തിച്ചത് മറ്റൊരു യുവാവാണ്. ഈ യുവാവ് ആരാണെന്ന ചോദ്യത്തിന് രേഷ്മ നൽകിയ മറുപടി പോലീസിനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിച്ചതിന് ശേഷം അടുത്ത മാസം താൻ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് ഈ യുവാവെന്നാണ് രേഷ്മ പോലീസിന് നൽകിയ മൊഴി. ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് 2 വയസ്സുള്ള കുട്ടിയുണ്ട്. ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് വിവാഹങ്ങൾ നടത്താറുള്ളത്. വരനെ കൊണ്ട് വിവാഹത്തിനു മുമ്പ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കും. തുടർന്ന് ഈ സ്വർണവും വസ്ത്രങ്ങളും പണവും കൈക്കലാക്കി വിവാഹപ്പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് രേഷ്മയുടെ രീതി. രേഷ്മ അറസ്റ്റിലായിട്ടും മുൻ ഭർത്താക്കന്മാരാരും പരാതിയുമായി എത്തിയിട്ടില്ല. നാണക്കേട് കാരണമാകാം തട്ടിപ്പിനിരയായവർ വിവരം പുറത്തു പറയാത്തതെന്നാണ് സംശയം. വിവാഹ തട്ടിപ്പിനിരയായവരെ കണ്ടെത്തി വിവരം തേടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.